ഹേ ഗായ്സ്, നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ച് കനകക്കുന്നിൽ നടക്കുന്ന വസന്തോത്സവം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് ലൈറ്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സിന്റെ രൂപത്തിലും ആനിമൽസിന്റെ രൂപത്തിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ഓരോ ലൈറ്റ്സും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്ന ഡ്രാഗൺ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഒരുപാട് നീളം ഉണ്ടായിരുന്നു. എല്ലാവരും അതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങോട്ട് കുറേ ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിലോട്ട് ചെല്ലുന്നതോറും ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. എല്ലാം റിയൽ ഫ്ലവേഴ്സ് ആണ്. കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്, വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. ഒരുപാട് ഫ്ലവേഴ്സ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പെറ്റ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു ഹസ്കി ഡോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഒരു ഓന്തും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ റിയൽ നെയിം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ കോളിഫ്ലവർ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഗോസ്റ്റ് ഹൗസിൽ കയറുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കയറി ഫുഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശയും ചിക്കൻ കറിയും ചമ്മന്തിയും സാമ്പാറും പിന്നെ ഒരു ഡബിൾ ഓംലേറ്റും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നേക്ക് എത്ര ഉള്ളൂ ഗൈസ്. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.